കള്ളിയങ്കാട് എന്നൊരു സ്ഥലം. വെള്ളിയാഴ്ച ദിവസം രാത്രി 12 മണിക്ക് ഇവിടെ യക്ഷി ഇറങ്ങാറുണ്ടെന്നാണ് പരക്കെയുള്ള സംസാരം. രാത്രിയായാൽ നിനക്ക് ഷാപ്പ് ഉറക്കാൻ മടിയല്ലടാ പട്ടി. കുമാരനോടാണല്ലേ കളി? കളിയല്ലേ? വെള്ളോട് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലടാ പട്ടി. ഗാനമേള നടക്കണ്ട ഇവിടെ. ബെസ്റ്റ് പാട്ട്. എന്റെ കുമാരേട്ടാ, ആരാ എന്റെ പേര് വിളിച്ച? ആരാണ്? ആരാന്ന്? കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ഇയാളാണ് ഇപ്പൊ എന്റെ പേര് വിളിച്ചത്. എന്താ കാര്യം? സമയം എന്തായി ചേട്ടാ? സമയമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു? സമയം എന്തായി ചേട്ടാ? 12 മണിയായി കാണും, അർദ്ധരാത്രി. എന്ത് ചേട്ടാ? എന്തേ? ഇന്ന് ഏതാ ദിവസം എന്നറിയോ ചേട്ടാ? ദിവസം ഒന്നും നോക്കാൻ ടൈമില്ല കുട്ടി. അല്ല ഇപ്പൊ ഏത് ദിവസമായ എന്താ? അസല ദിവസം ചേട്ടാ, ഇന്ന് വെള്ളിയാഴ്ചയാണ് ചേട്ടാ. ആണാ? അതെ. ഇതേതാ സ്ഥലം എന്നറിയോ ചേട്ടാ? സ്ഥലമൊന്നും അറിഞ്ഞൂടാതെയാണ് അർദ്ധരാത്രി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുന്നത്. ചേട്ടാ, ഇത് കള്ളിയങ്കാടാണ് ചേട്ടാ. ആണാ? ഞാൻ കരുതി ഇത് പാലക്കാടാണെന്ന്. വെള്ളിയാഴ്ച ദിവസം, അതും ഈ രാത്രി 12 മണിക്ക് ഈ കള്ളിയങ്കാട്ടിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ചേട്ടൻ ഒട്ടും പേടി തോന്നുന്നില്ലേ ചേട്ടാ? ആര് പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന്? നമ്മള് രണ്ടുപേരില്ലേ ഇപ്പൊ ഇവിടെ? അല്ല, എന്താ ഈ വെള്ള വേഷമൊക്കെ ഇട്ടുണ്ട്? ഇത് ഞങ്ങളുടെ യൂണിഫോം ആണ് ചേട്ടാ. ഓഹോ, നേഴ്സ് ആണല്ലേ ചേട്ടാ? എക്സ്ക്യൂസ് മീ, ഏത് ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യണേ? ഹോസ്പിറ്റലല്ല ചേട്ടാ, ഹോസ്പിറ്റലിലാക്കുകയാണ് ഞങ്ങളുടെ ജോലി. കമ്പൗണ്ടറാ ചേട്ടാ? ചുണ്ണാമ്പുണ്ടോ ചേട്ടാ? മുറുക്കുമല്ലേ? പാൻപരാഗുണ്ട്, വേണമെങ്കിൽ തരാം. താങ്ക് യു ചേട്ടാ. നോ മെൻഷൻ പ്ലീസ്. സ്പ്രേ അടിച്ചിട്ടുണ്ടാ? ഇത് പാലയുടെയാണ് ചേട്ടാ. പാലയുടെ? പാലപ്പൂവിന്റെ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണത്. അതെ, എനിക്കും ഇയാളെ വളരെ ഇഷ്ടമായി. സംസാരിച്ച ടൈം കളയണ്ട. വാ വാ. എനിക്കും വല്ലാത്ത ദാഹം. പെപ്സി വേണോ? ഇയാളെന്താ മോണോ ആക്ട് കളിക്കുന്ന? വാടോ.
യക്ഷിയാ? എടീ, നിക്കടി ഇവിടെ. നിക്കാൻ. എടീ, കുമാരനോട് നീ പറ്റിച്ചിട്ട് പോകുന്ന കരുതല്ലേടി? എടുത്തോളാടി നിന്നെ. വാ. കുമാരനോടാണ് കളി. ഓ മൈ ഗോസ്റ്റ്, ഇത്തിരി സമയം വൈകിയിരുന്നെങ്കിൽ എന്റെ മാനം പോയേനെ. ഓ, യക്ഷികൾക്ക് പോലും ഇവിടെ ഒരു രക്ഷയുമില്ല. ഓ, നിന്നെയൊക്കെ ശരിയാക്കി തരാനാ ഞാൻ. ആഹാ, നീയൊക്കെ ഓട് മാറ്റി ടെറസാക്കിയല്ലേ പാവപ്പെട്ട ചാത്തന്മാരെ കൂടെ എറിഞ്ഞ് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലടാ. എനിക്ക് ആരെങ്കിലും 10 കുപ്പി കള്ളും 2 കോഴിയും തരണമെന്ന് നിന്നെയൊക്കെ ഞാൻ ചാത്തനായിരുന്നോ? ചേച്ചിയായിരുന്നോ? ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഞാൻ പേടിച്ചില്ല. ചേച്ചി എന്താ ഒരുമാതിരി വെളുത്ത് വിളറിയിരിക്കണേ? ഒന്നും പറയണ്ട ചാത്ത, കൊറേ നാള് കഴിഞ്ഞ് ഒരുത്തനെ കൈ കിട്ടിയതാ ചോര കുടിക്കാനേ. ഓ, ബാക്കിയൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല ചാത്ത. ഓ, പുറത്ത് പറയണ്ട ചേച്ചി, എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. പുറത്ത് ഞാൻ പറഞ്ഞോളാം. ഒന്നിങ്ങോട്ട് വന്നേ. വരൂല. അപ്പൊ അയ്യേ, ഇത് പറയാമെങ്കിൽ പിന്നെ ചേച്ചിക്ക് അത് പറയരുതോ? അല്ലേ ചാത്ത, നീ എന്താ ഈ കോലത്തില്? എന്റെ കാര്യം ഒന്നും പറയണ്ട ചേച്ചി. എന്ത് പറ്റി? ഒരു ഇല്ലത്തിന് കല്ലെറിയാൻ പോയതാ ഞാൻ. എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ എന്നെ എറിഞ്ഞു വീഴ്ത്തി. അയ്യോ, ഇപ്പോഴത്തെ ഈ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് പിള്ളേർക്ക് എന്നാ ഉന്നമാ. കാലം മറിഞ്ഞ കാലമല്ലയോ. 4.5 ഇഞ്ച് മെറ്റലെടുത്ത് തുപ്പി വൃത്തികേടാക്കി. ഒരു ഏറുണ്ട്. ഹോ ഹോ ഹോ, ദൈവമേ, എന്തോ ഒരു ഏറാ. ആ, കുഴപ്പമില്ല, ഞാനും പഠിച്ചു വരുന്നുണ്ട്. ഇങ്ങോട്ടെടുത്ത് കല്ലെറിഞ്ഞ ഇത്തിരി മദ്യം വെച്ചിട്ട് സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലടാ തെണ്ടികളെ. ഈശ്വര, ഓ മൈ ഗോഡ്, കാലവട പോയില്ലേ. എന്താ ചേച്ചി, ഞാൻ പിന്നീട് വരാം. അയ്യോ ചാത്ത, നിക്ക്. അല്ലേ ചാത്ത, നീ നാളെ എങ്ങ് എത്തിയേക്കില്ലേ? നാളെ വരാനോ? നാളെ അല്ലേ ചാത്ത നമ്മുടെ ഗോസ്റ്റ് ക്ലബിന്റെ 5ാം ആനിവേഴ്സറി ഡേ. ഓഹോ, കാര്യങ്ങൾ അവിടം വരെ ആയോ? ചേച്ചി, എന്നെ വെറും 3rd ക്ലാസ് ചാത്തനാക്കരുത്. ഒരു ഇമിറ്റേഷനും എനിക്ക് അയക്കാമായിരുന്നില്ലേ? പിന്നെ അന്ന് നമ്മുടെ ചാക്കോ പ്രേതം ഉണ്ടല്ലോ, അന്ന് നമ്മുടെ ചാക്കോ പ്രേതത്തിന്റെ 50ാം ചരമവാർഷികം പ്രമാണിച്ച് ഒരു പ്രശംസാ പ്രേതപത്രവും അത് കഴിഞ്ഞ് ഒരു സമൂഹ രക്തദാനം പാനം ചടങ്ങുണ്ട്. പിന്നെ കലാപരിപാടികൾ എന്താന്ന് പറ. കലാപരിപാടികൾ ഒരുപാടില്ലേ. യക്ഷി കുഞ്ഞുങ്ങളുടെ ഫയർ ഡാൻസ്, പിന്നെ ചാത്തനാൻ പാർട്ടിയുടെ ചാത്തനേർ നിനക്ക് പങ്കെടുക്കാം. പിന്നെ വൈപ്പിൻ പ്രേതങ്ങൾ അവതരിപ്പിക്കുന്ന മദ്യദുരന്തം നാടകം. ഭയങ്കര ഗ്രില്ലിംഗ്. അതെല്ലാം കഴിഞ്ഞ് യക്ഷികളുടെ സൗന്ദര്യ മത്സരം. ഓ, അത് ചേച്ചിക്ക് തന്നെ. ചേട്ടാ, ആരോ വരുന്നുണ്ട്. നമുക്ക് എടുക്കാം. കുളിച്ചിരിക്കാം. ചേച്ചി അന്ധനാണെന്ന് തോന്നുന്നു. അന്ധനാണോ? അന്ധൻ നിന്റെ തന്ത. അയ്യേ, അന്ധൻ നിന്റെ തന്താണ്. ചേച്ചിയുടെ എന്നെ മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പറ. ആ, ഞാനാണ് ഡ്രാക്കുള. The unforeseen of the territories of Throbal Prophecy brought this time. Okay. East Coast. അയ്യോ, സോറി ഡ്രാഗേട്ടാ, ആളെ മനസ്സിലാവാത്തോണ്ടാണ്. സോറി. അങ്കിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഡ്രാക്കുളയുടെ ബുക്കുകളെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡ്രാക്കുളയും അടുക്കളയും, ഡ്രാക്കുളയുടെ കോട്ട, ഡൈനിങ് ടേബിൾ, ഡ്രാക്കുളയും. എന്റെ പുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. Dracula the Idiot Force. അയ്യോ, അത് നമ്മൾ തീർച്ചയായിട്ടും വായിക്കാം. മനോഹരമായ. പിന്നെ അങ്കിൾ എന്താ ഈ ബാഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ രാത്രി ഇറങ്ങിയത്? റെസ്റ്റ് എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ കല്ലറകൾ മുഴുവൻ ശവങ്ങൾ. എനിക്കാണെങ്കിൽ AC ഇല്ലാതെ കിടക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ കിടന്നത് മോർച്ചറിയിലാണ്. എവിടെ? മോർച്ചറിയിൽ. അവിടെയോ പല്ലില്ല, മൂക്കില്ല, കണ്ണില്ലാത്ത കുറെ വൃത്തികെട്ട ശവങ്ങൾ.
നിങ്ങളെ നല്ല ബ്യൂട്ടിഫുൾ ഗോസ്റ്റ്. ഓക്കെ, എന്താ ചാത്ത സുഖമാണോ? ഞങ്ങളോ? അയ്യോ ഒന്നും പറയണ്ട എന്റെ ഡ്രാഗേട്ടാ, ഇത്തിരി നല്ല ചോര കുടിച്ച് കാലം മറന്നു. ഇന്നാള് ഞാൻ എന്റെ കൊലിസ് പണയം വെച്ചിട്ടാ ഇത്തിരി പ്യൂർ ബ്ലഡെങ്കിലും കുടിച്ച് വലിയ കഷ്ടത്തിലാ. കുടിച്ചോളൂ കുടിച്ചോളൂ, ഇഷ്ടംപോലെ ചോറ് കുടിച്ചോളൂ, പക്ഷേ സൂക്ഷിക്കണം. ഏ നല്ല സമയമല്ല, എയ്ഡ്സ് ഉള്ള കാലമല്ലേ, സൂക്ഷിച്ച് കുടിക്കണം. പിന്നെ ഈ ആശുപത്രിയിൽ വെച്ചിരിക്കുന്ന ഒരു കളറുണ്ടല്ലോ, അത് കലക്കി വെച്ചേക്കുന്നത്. കഴിക്കരുത്. അത് രോഗികളെ പറ്റിക്കാൻ വെച്ചിരിക്കുന്ന രക്തമാണ്. ഓ, അത് കുടിക്കരുത്. കുടിക്കരുത്, കുടിക്കരുത്. കുടിക്കരുത് കേട്ടോ ചേച്ചി. കൊലിസുമണയെ മാറ്റി വൃത്തിയായിട്ടൊക്കെ വാരി ആ, കുടിക്കരുത്. ഒരു വല്ലാത്ത ചോയേ. അങ്കിള് പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഞാൻ വെജിറ്റേറിയൻ ആയാൽ എന്താ ഇങ്ങനെ ആലോചിക്കുക? വെജിറ്റേറിയനോ? യാ, അതെന്ത് പറ്റി? എന്റെ ജ്യേഷ്ഠന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ചാത്ത. ജ്യേഷ്ഠൻ എന്ത് പറ്റി? അതാരാ? മരിച്ചുപോയില്ലേ? അതാരാ ജ്യേഷ്ഠൻ? അറിയില്ലേ, എടുക്കുള്ള ഡ്രാക്കുള. ഓ, ഉയ്യോ, കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്ത് പറ്റി? അദ്ദേഹം മരിച്ചുപോയി. മരിച്ചുപോയോ? ഏതോ അലന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് ഞണ്ണിക്കാനും. അല്ല, എയ്ഡ്സിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റിന്റെ രക്തം കുടിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. അയ്യോ, ആരോ വരുന്നുണ്ട്. ഡ്രാഗേട്ടാ, അങ്കിൾ, ആരോ ഞങ്ങളെ help വരുന്നുണ്ടെന്ന് ചെയ്യോ? തോന്നുന്നു. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ചോര Help കുടിക്കാൻ. ചെയ്യണേ. ഞാൻ ഏറ്റടാ അവന്റെ കഷ്ടകാലം. എടാ പട്ടി, നീ ആരാടാ? എന്റെ സഹപ്രവർത്തകരെ കൊന്ന നീ ആരാടാ പട്ടി? നിനക്ക് നാളെ കുനിഞ്ഞ് കുനിഞ്ഞ് നടക്കാൻ നിനക്ക് ധൈര്യമുള്ളത് പൊക്കടാ, പൊക്കടാ ഇത്. ചേട്ടനായാലും പോത്തനായാലും യശിയായാലും വശിയായും എന്നെ മുന്നിൽ നൂറ്റുന്നവന്റെയും പിന്നിൽ നൂറ്റുന്നവന്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. ജയ് ഗുരുവായൂരപ്പ.